ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾ തമ്മിലേയും കണ്ടിട്ടുണ്ടാവും നമ്മൾ മലപ്പുറത്ത് മലപ്പുറം കാരാത്തോട് എടായിപ്പാലത്ത് മണ്ണിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മലപ്പുറം റോഡൊക്കെ ബ്ലോക്കായി കിടക്കുക. അത്യാവശ്യം നല്ല കുളത്തിലാണ് മണ്ണിടിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ കാണാം. നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല, കാരണം വണ്ടി ഒന്നും കടത്തി വരുന്നില്ല. അങ്ങനെ സംഭവിച്ചിക്കണ പറഞ്ഞപ്പോൾ ഒന്ന് ഇവിടെ വരെ ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല മണ്ണിടിച്ചിലാണ് എല്ലാവരോടും. ഇപ്പോൾ സ്കൂളൊക്കെ ഇന്ന് റെഡ് അലർട്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുട്ടികളും മക്കളൊന്നും പുറത്തിറക്കണ്ട. എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെ, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. രാവിലെ നല്ലൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ കമ്മിയാ. അപ്പോൾ നമ്മളിവിടെ പോയിന്റ് വക്കത്താട്ട കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കണ്ടില്ലാട്ടി കുറച്ചൊരു കുറവുണ്ടെന്നൊരു എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പിന്നെ ഇങ്ങനെ വെള്ളത്തിന്റെ ഇത് സംഭവം നടന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ വന്ന് നോക്കണത് ഫസ്റ്റ് ടൈം അല്ല ബാബോ. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ എത്താപ്പോ ഇവിടുത്തെ കോലൊക്കെ പഴയ പേടിയാണ് കണ്ടിട്ട്. അപ്പൊ എല്ലാരും നന്നായി സേഫായി വീട്ടിൽ എങ്ങനെയും നല്ലപോലെ ഇരിക്കാൻ പറ്റണെങ്കിൽ നല്ലപോലെ ഇരിക്കുക. കുട്ടികളൊക്കെ കുറച്ച് ഗ്യാപ്പില്ലേ ആ കാണുന്നത് അവിടെ ഇടിഞ്ഞിട്ടുണ്ടത്. ഇതാണ് പോയ. അപ്പോൾ ഏതായാലും ഞാനങ്ങോട്ട് പോയാക്കാൻ പറ്റുമോ നോക്കട്ടെ, കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. വേറെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടെ മീഡിയ വണിൻ്റെ ചാനൽ ടീമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെള്ളം എപ്പോഴും. സൈഡ് അവിടെ ഒക്കെ ഇടിഞ്ഞിക്കണു, സൈഡൊക്കെ ഇടിഞ്ഞിക്കണു. എനിക്ക് തോന്നണത് ഇന്നൊരു മഴ ഇങ്ങനെ പെയ്യാത്തോണ്ട് ഇക്കാരം നമ്മുടെ ഏരിയയിലൊക്കെ പൂക്കോട്ടിലും ഇതൊക്കെ പാടത്തൊക്കെ അത്യാവശ്യം നല്ല 1 അടി 2 അടിയോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ചില ഭാഗത്ത് നല്ല മഴ. ഇന്ന് രാവിലെ ആയിട്ടാണ്. രാവിലെ ഞാൻ നീച്ച ടൈമില് ബാബു പെരുമഴ എന്ന് പറഞ്ഞ ആ മഴ കണ്ടപ്പോ വിചാരിച്ചു ഇന്ന് നിക്കാതെ മഴക്കാരെന്നുള്ളത്. കാരണം പേടിയാണ്, മഴ പെയ്യാൻ വെള്ളം പൊങ്ങാ. മലപ്പുറം ഭയങ്കര റോഡ് ബ്ലോക്കാണ്. അപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് ഏകദേശം വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആക്കുമല്ലോ റോഡ്. അപ്പോഴത്തേക്ക് ശരിയാക്കും. കാരണം റെഡി ആക്കിയിട്ടില്ലെങ്കിൽ നേരെ നമ്മൾ കോണാമ്പാറത്ത് നേരെ ഇങ്ങോട്ട് കയറുക, കാരത്തോട്ട് കയറുക. ആ റോഡ് ബ്ലോക്കില്ല. പിന്നെ ഇതിൽ വണ്ടി വിടണില്ലേ, നമുക്ക് അവിടെ പോണെന്നുണ്ട്. ഇവിടെ തന്നെ കാണാം ഏത് ഭാഗത്തുനിന്ന് മണ്ണ് ഒലിച്ച് പോന്നിക്കണെന്നുള്ളത്. വണ്ടി അവിടെ അവിടെ വരെ പോയി. അവിടുന്ന് പിന്നെ റിട്ടേൺ ആക്കിയതാണ് സേഫ് ആയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി. ഞാൻ അവിടെ പോയാകട്ടെ. അവിടെ പിന്നെ നാട്ടുകാരും പോലീസും അങ്ങനെ കുറെ നല്ല തിരക്ക് ആ ഒരു ഭാഗത്തേക്ക് അടുക്കുമ്പോ തന്നെ. അവിടെ റോഡ് ക്ലീൻ ആക്കലും റോഡ് ശരിയാക്കലും. പക്ഷെ മണ്ണ് ഒരട്ടല ഇടിഞ്ഞേക്കല്ലോ കേട്ടോ. പിന്നെ 2-3 വട്ടം ഇടിഞ്ഞിക്കണ്. ഇൻസ്റ്റയിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ വീടിനെ. പിന്നെ അപ്പോൾ ഒറ്റ വീടിലല്ല, ഇടയിലടിയിൽ ഇങ്ങ് ഇടിഞ്ഞു വരുന്നുണ്ട്. മീഡിയ വണ്ണ് ഇവിടെ ഉണ്ട്. പിന്നെ ഒക്കെ ചാനലൊക്കെ അവിടെ ഉണ്ട്. നേരത്തെ വന്നപ്പോൾ ഇതിലോ ഫുള്ള് ചാനലിലെ ആൾക്കാരുടെ മേത്തൊക്കെ ചളിയാ. അവിടെ പോയിണ്ടാവും, വീഡിയോ ഭാഗം കവർ ചെയ്യാൻ വേണ്ടി പോയിണ്ടാവും. അപ്പൊ മണ്ണായിണ്ടാവും. ഞാനിങ്ങനെ കാണുന്നത് ആദ്യമായിട്ടോ. അവിടെ ഇവിടെയും കേട്ടിക്കണെന്നല്ലാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത് ഇപ്പൊ ആദ്യമായിട്ടാ. അതുകൊണ്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നത് കറക്റ്റ് ഇവിടുന്ന് കാണാല്ലേ. അത്യാവശ്യം നല്ല പൊട്ടലാ. പേടി തരാനോ ഒരു മഴയും കൂടി പെയ്യുകയാണെങ്കിൽ പണിയാ. കാരണം പറഞ്ഞാൽ മേലെ നല്ല മണ്ണ് വരാണ്ട് അവിടെയൊക്കെ അല്ലേ ഫുള്ള് ഇതൊന്നും വരും. മേലത്തെ ഒരു കോളേജ് എന്തോ ഉണ്ട്. ഇന്ന് പറ്റാക്കട്ടെ. ഇവിടെ ബ്ലോക്കൊക്കെ ഇട്ടേ കേട്ടോ. ഫുള്ള് മീഡിയ വരെ ഇവിടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാ മീഡിയകളും ഇവിടെ ഉണ്ട്. അവസ്ഥ ഫുള്ള് ചാനലാരാ. അങ്ങോട്ട് കയറ്റണില്ല. ഒന്നാമത് സംഭവം അറിയോ, ഇപ്പൊ ഞാൻ ഇവിടെ എത്തിക്കാണ്ടില്ലേ, ഞാൻ ഫോൺ വിളിച്ചില്ലേ, അത് ഞാൻ അങ്ങോട്ട് വീട് അവിടുന്ന് ആൾക്കാരൊക്കെ പാടില്ലേ ഇങ്ങോട്ട്, അതായത് റോഡ് ഇങ്ങോട്ട് പോകാനില്ല. അപ്പോൾ ഒരു പറഞ്ഞ തരാനോ ഇപ്പൊ ആ അടിയിലടിയിൽ ഇങ്ങനെ മണ്ണിങ്ങനെ ഇടിയുണ്ട്. അപ്പൊ അങ്ങോട്ട് സേഫ്റ്റി ഇല്ല. ഞാനെന്താ വെച്ചാൽ ബാബു അങ്ങോട്ട് പോയൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോൾ അവിടെ കയറ്റി വിടുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഭയങ്കര വെയിലില്ല, എന്നാലും ഭയങ്കര ചൂട്. ഞാൻ എന്നിട്ട് വണ്ടി കയറി ഉത്തർന്നത്. അപ്പോൾ ബാബു വിളിക്കേ ഇവിടെ ഇങ്ങോട്ട് വന്നോക്കെ അറിഞ്ഞുണ്ട്. അവിടെ പിന്നീട് അവിടെ ആൾക്കാരൊക്കെ നിന്റെ അഭിപ്രായത്തിൽ ആൾക്കാരെ ഇങ്ങോട്ട് റിട്ടേൺ വരിട്ടോ. അവിടെ കാട്ടിത്തിരക്ക് നിങ്ങൾ തിരിച്ചു പോരുകയാണ്. എന്താ സംഭവം അറിയില്ല. എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഇതിൽ പോലെ എന്നാല് അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാണ്. അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല. അവിടുത്തെ മണ്ണ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ
ഒന്നാമത്തെ ഇപ്പം നല്ല മയം വരുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് പുഴവക്കൊക്കെ മൊത്തം ഇടിഞ്ഞു കേട്ടോ. പുഴ കയറുമ്പോൾ ഇത്ര വീതില്ലേനും. ഈ ഭാഗത്ത് പിന്നെ ഈ കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സേഫ്റ്റി നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ തന്നെ തോന്നുന്നുണ്ട്, ഇതൊക്കെ മണ്ണിട്ട് വെക്കിയതാ. പേടിയാണ് ഇപ്പോൾ. ഒന്നാമത് മണ്ണിടിയുണ്ട്, ഇവിടെ നിൽക്കാൻ തന്നെ പേടി സത്യം. അപ്പോൾ ഒന്നാമത് ഈ ടൈമിൽ യാത്ര ചെയ്യാൻ തന്നെ പാടില്ല. അവനാൻ്റെ വീട്ടിലിരിക്കുക, സേഫ്റ്റിയിൽ ഇരിക്കുക, അതിനോട് ഒക്കൂല. അത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്ര പേര് വീട്ടിലിരുന്നിട്ട് തന്നെ വീടിൻ്റെ മുകളിൽ കൂടെ മണ്ണിടിച്ചു പോകുന്ന. ഓക്കെ, എന്താ ചെയ്യുക. അപ്പം എന്തായാലും ഇത് കുറേ അടുങ്ങേറ് വീഡിയോയിലൊക്കെ കുറേ പേടിച്ച് വെള്ളം കയറിക്കാണ്ട് ഓരോ പേര് ഭയങ്കരമായിട്ട് അടുങ്ങേറ് ഇടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം. എല്ലാവരും എന്താ ചെയ്യുക. മഴയൊക്കെ ഇങ്ങനെ സ്ലോ ആട്ടെ. ഇന്നിപ്പോൾ വലിയൊരു മഴ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ വരുന്നുണ്ട്, ഇവിടെ നല്ലൊരു കുട്ടികൾക്ക് മഴ വരുന്നുണ്ട്. മഴ വന്നാൽ ഇവിടെ പണിയാവും. മഴ പെയ്യുന്ന അവിടെ കാണുമ്പോൾ തന്നെ പോയിടും. അതിൻ്റെ മേലൊക്കെ മൊത്തത്തിലില്ലേ ഇടിയാനതിന് മേലൊരു കോളേജ് ഉണ്ടില്ലേ, അറിയില്ല. അപ്പോൾ ഇത് ഒന്നാമത് ഇതൊരു ചെറിയ വീഡിയോ ആണ്. എന്നപ്പോൾ നമ്മൾ ഒന്ന് എടുക്കണം തോന്നി. ആരെ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അറിയാത്തവരൊന്നും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചെങ്ങാണ്ട്. അപ്പോൾ ഒന്നാമത് ഈ മറ്റേ റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് ഈ വഴിക്ക് ആരും വരണ്ട. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പറയാൻ ഇന്നലെ മിന്നാന്നൊക്കെ ആയിട്ട് വെള്ളം കയറിയിരുന്നു, ചെറുതായിട്ട് റോട്ടുമൊക്കെ കയറിയിരുന്നു. പക്ഷെ ഇന്ന് മഴ അധികം പറഞ്ഞ പോലെ തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ താന്നിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഇന്ന് രാവിലെ ഉണ്ടായതാ ബാബു. ഇതെല്ലാം നിന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പൊട്ടി അതിന്റെ വീഡിയോന്റെ ക്ലിപ്പ് ഞാൻ എന്താണ് ഇതാക്കുക. അപ്പം എന്തായാലും ഗൈസ് അത്രേ ഉള്ളൂ. എല്ലാവരും സേഫായി സെക്യൂർ ആയി ഇരിക്കുക.